ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പണമിടപാട് ആരോപണങ്ങളിൽ രൂക്ഷമായി പ്രതികരിച്ച് പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ഇത് തന്നെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും ശോഭാ സുരേന്ദ്രൻ. ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത ഒരാളുണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്. അപ്പോ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1, 2 ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? ഇല്ല ഇല്ല ബാക്ക് സൈഡാ കാണിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്, ഇതിനകത്തല്ല ആയിക്കോട്ടെ. തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെയാണ്? പൈസ കൊടുക്കുന്ന വീഡിയോ എവിടെ? കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനേഷ് സർഗെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിൽ ഉണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്തു വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്നത് പിടിക്കാൻ കിട്ടിയില്ല? കേരളം മുഴുവൻ എന്തായാലും ഇല്ലാത്തൊരു വാർത്ത കാണിച്ച സ്ഥിതിക്ക് ഇതുകൂടി ഒന്ന് നിങ്ങൾ കാണിക്കണം. ഇങ്ങനെയും വേദനിച്ച് പ്രമീള ചേച്ചിയെ രോഷത്തോടു കൂടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ആളാണ് സർഗ, വിനേഷ് സർഗ. ഇങ്ങനെയാണോ ബഹുമാനം കാണിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചത്? അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്, ഒരു തവണയല്ല. ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പല്ലേ കാണിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം കഴിഞ്ഞ് നിശബ്ദ പ്രചരണം നടക്കുന്നതിനിടെയുണ്ടായ പണമിടപാട് ആരോപണത്തിലാണ് രൂക്ഷമായ പ്രതികരണവുമായി BJP NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെയും പാലക്കാട്ടെ വോട്ടർമാരെയും അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചില മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ എതിരാളികളിലൂടെയും നടന്നതെന്ന് അവർ ആരോപിച്ചു. തന്നോടും തന്റെ കൂടെയുണ്ടായിരുന്ന പ്രമീള എന്ന സ്ത്രീയോടും തങ്ങളെ പിന്തുടർന്ന ഒരു സംഘം യുവാക്കൾ അതീവ മോശമായി പെരുമാറിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. തന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് ലൈംഗികാധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ ഒരു യുവാവ് 3 തവണ ആവർത്തിച്ചുവെന്നും അത് കണ്ടപ്പോഴാണ് താൻ കാർ നിർത്തി പുറത്തിറങ്ങിയതെന്നും അവർ അവകാശപ്പെട്ടു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. Phone 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.